ഒയാസിസ് മീഡിയയുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ വന്ദനം. നമ്മൾ തുടർന്നു വരുന്ന ബൈബിൾ പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം, ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഭാഗത്ത് ക്രിസ്തു സ്വീകരിച്ച അധ്യാപനത്തിനായി സ്വീകരിച്ച മാധ്യമങ്ങൾ, മാർഗങ്ങൾ, ഈ വിഷയം സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന 2ാം ഭാഗത്ത് ഉപമകളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ധാർമ്മികവും ആത്മീകവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമകൾ, അതിലെ ചില കാര്യങ്ങളാണ് അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചത്. ഇനി അതിൻ്റെ 4ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. അവിടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന വളരെ സാമൂഹിക അവബോധം നൽകുന്ന ഒരു ഉപമയാണ്, ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ടൊരു ഉപമയുണ്ട്. ആ ഉപമയാണ് ഈ പാഠഭാഗം നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. ലൂക്കോസ് 10:3 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു പറയുന്ന ഉപമ. ആരാണ് സ്നേഹിതൻ? ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദമാക്കുന്നത്. ഈ ഉപമയിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സാധാരണ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ശമരിയക്കാരൻ ആരാണ് എന്നത് സംബന്ധിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൽ മിക്കവാറും പറയുന്ന ഒരു പാഠഭാഗം നല്ല ശമരിയക്കാരൻ യേശുവാണ്. നമ്മൾ മുറിവേറ്റ് കിടക്കുമ്പോൾ, നമ്മൾ തകർന്ന് കിടക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ വഴിയമ്പലത്തിൽ കൊണ്ടുപോകുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി വീണ്ടും നമ്മെ കരുതിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന ആൾ യേശു ആണ് എന്നൊരു തത്വം പലപ്പോഴും പഠിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരിയായൊരു കാര്യമല്ല. കാരണം യേശു ശമരിയക്കാരനല്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ പേരിൽ തന്നെ യേശുവിൻ്റെ അഡ്രസ്സുണ്ട്. യേശു നസ്രയത്തുകാരനാണ്. നസ്രായനായ യേശുക്രിസ്തു, അങ്ങനെ നസ്രായനായ യേശു. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് ശമരിയക്കാരനാകുന്നത്? നമ്മളിതിനെ എന്താണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ക്രിസ്തു അവിടെ ഉദ്ദേശിച്ചൊരു പാഠഭാഗമുണ്ട്. എന്താണ്? ഈ ശമരിയക്കാരൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവർ, യഹൂദനുമായി ബന്ധപ്പെട്ട് വെറുക്കപ്പെട്ട കുടുംബം, ഒരു സമൂഹമാണ്. യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ഇവർക്ക് ഒരു സ്വീകാര്യതയും ഉണ്ടായിരുന്നില്ല. യഹൂദ, ശമരിയ, ഗലീല, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് യോർദാൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിൻ്റെ നടുക്ക് കിടക്കുക ഈ ശമരിയ. അപ്പുറത്തും ഇപ്പുറത്തും ഗലീലയും യഹൂദയാണ്. ഇവർ പക്ഷേ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവരുടെ പട്ടണത്തിൽ കയറുകയോ ഇവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു കാലഘട്ടം. അവിടെയാണ് യേശു ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണവും ഷുഗാർ എന്ന ശമരിയയുടെ പ്രവേശന കവാടത്തിൽ പോയതുമൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട ഭാഗമാണ്. ഇവിടെ ഈ ശമരിയക്കാരൻ്റെ ഉപമ എന്താണ് യേശു പറയുന്നത്? അതിൽ പുരോഹിതൻ വരുന്നുണ്ട്, ലേവ്യൻ വരുന്നുണ്ട്. ഇവർ രണ്ടും ദൈവാലയവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ചിലർ പറയുന്നുണ്ട് പുള്ളി യെരുശലേമിൽ നിന്ന് യെരിഹോവിലെ കള്ളന്മാരുടെ ഗുഹയിലേക്ക് പോകും. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. വഴി പോകുന്നൊരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ഒരുവനെ കാണുമ്പോൾ പുരോഹിതൻ അവൻ്റെ നിയമം, ലേവ്യനും അവൻ്റെ നിയമം പാലിച്ചു പോവുകയാണ്. ശമരിയക്കാരന് ഈ നിയമം ബാധകമല്ല. ഇവർ രണ്ടുപേരും പഴയ നിയമത്തിൻ്റെ വക്താക്കളാണ്. ഇവർ പഴയ നിയമം വെച്ചുകൊണ്ട്, ന്യായപ്രമാണം വെച്ചുകൊണ്ട് ഇവനെ സ്പർശിക്കാൻ കഴിയാതെ, രക്തം അവരുടെ ശരീരത്തിൽ പുരട്ടാൻ പാടില്ലാതെ, വസ്ത്രത്തിൽ അത് തൊടാൻ പാടില്ലാതെ ഒക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷേ ശമരിയക്കാരൻ വരുന്നു, ഇവനെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു. യഹൂദനെ സംബന്ധിച്ച്, ഈ മുറിവേറ്റ് കിടക്കുന്നവൻ യഹൂദനാണ്. ഈ യഹൂദനെ സംബന്ധിച്ച് ശമരിയക്കാരൻ ഒരിക്കലും ഇവനുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല. അൺടച്ചബിളാണ്, തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ നിലകളിൽ മാറ്റി നിർത്തപ്പെട്ട ശമരിയരെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ മുറിവേറ്റ് കിടക്കുന്നതിനെ കണ്ടപ്പോൾ അവനൊന്നും ഓർക്കാതെ ഓടിച്ചെന്നവനെ വാരിയെടുത്ത് അവനെ കൊണ്ട് വഴിയമ്പലത്തിൽ കൊണ്ട് പാർപ്പിച്ച് അവന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ക്രമീകരിച്ച് മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് ഇനിയും അധികം എന്തെങ്കിലും ചിലവിട്ടാൽ അതും കൂടെ തരാം എന്ന് വളരെ സാമൂഹ്യബോധമുള്ള, വളരെ മനസ്സലിവുള്ള, ദയയും കരുണയും ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് അവിടെ ചിത്രീകരിക്കപ്പെടുകയാണ്. ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ മറ്റൊരു ഭാഗം പറയാം. യേശു പറഞ്ഞ ഈ ഉപമയെ പിൽക്കാലത്ത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയൊരു അപ്പോസ്തലനുണ്ട്. അത് പൗലോസ് തന്നെയാണ്. ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്. ഫിലേമോനോട്, ഈ ഒനേസിമോസ് അധികമായിട്ട് എന്തെങ്കിലും നിന്നോട് കടംപെട്ടിട്ടുണ്ടോ? ഇവൻ എന്തെങ്കിലും നിനക്ക് തന്നു തീർക്കാനുണ്ടോ?
അത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാൻ തന്നു തീർക്കാം. ഞാൻ ഈ ഉപമയെ ഇത് തമ്മിൽ ഒരുമിച്ച് ഒന്ന് ചേർത്ത് പഠിക്കണം എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇത് രണ്ടും നിങ്ങൾ ചേർത്ത് പഠിച്ച് നോക്കണം. ഇവിടെ ആപത്തിൽ പെട്ട് കിടക്കുന്നവനാണ് നല്ല സ്നേഹിതൻ, അവനാണ് നല്ല ശമരിയാക്കാരൻ, അവനാണ് നല്ല അയൽക്കാരൻ. ഇതാണ് യേശു പഠിപ്പിച്ച പാഠം. മുറിവേറ്റ് കിടക്കുന്നവൻ ആരാണെന്നുള്ളതല്ല, അവനെ സംരക്ഷിക്കുക. അവിടെ നിയമം ബാധകമല്ല, അവിടെ പ്രമാണം മാറ്റിവെക്കണം. അവിടെ ഉണ്ടാകേണ്ടത് ഒരു സാമൂഹ്യ നീതിയാണ്, സഹജീവിയോടുള്ള കരുണയാണ്, ദയയാണ് എന്ന വളരെ മൂല്യമുള്ള ആത്മിക പാഠമാണ് കർത്താവ് തരുന്നത്. മറ്റൊന്ന്, മുറിവേറ്റ് കിടക്കുന്നവനെ സഹായിക്കണം എന്ന പാഠം കൂടെ തരും. നിങ്ങൾ പോയി സഹായിക്കണം. അതിന് വരെ നമ്മൾ പറയുകയാണ് ശമരിയാക്കാരൻ യേശുവാണ്, യേശു പോയി സഹായിക്കും. അങ്ങനല്ല, ശമരിയാക്കാരനാകാൻ നമ്മോട് കർത്താവ് പറയുക. നമ്മൾ ശമരിയാക്കാരനാകണം എന്നാണ് കർത്താവിൻ്റെ വാദം. പക്ഷേ നമ്മൾ തിരിച്ച് യേശുവിനെ ശമരിയാക്കാരനാക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും ഈ വ്യാഖ്യാനത്തിൽ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നല്ല ശമരിയാക്കാരനാകണം, അപ്പോൾ നമ്മൾ നല്ല അയൽക്കാരാകും. ഇനി അതിൻ്റെ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി താഴ്മ എന്നൊരു വിഷയത്തെ കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 5ാമത്തെ പോയിൻ്റാണ് താഴ്മ. അതായത് ഈ ആത്മീക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, ധാർമ്മിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമകളിൽ 5ാമത്തെ താഴ്മ. ഈ താഴ്മയ്ക്ക് 2 ഉപമകൾ യേശു അവതരിപ്പിക്കുന്നത്. താഴ്മയുമായി ബന്ധപ്പെട്ട് 2 ഉപമകൾ ഞാനത് രണ്ടും പറയാം. ഒന്ന്, കല്യാണശാലയിലെ അവസാനത്തെ ഇരിപ്പിടം. അത് ലൂക്കോസിന് ശേഷം 14 അധ്യായത്തിലാണ്. രണ്ടാമത്തെ പരീശനും ചുങ്കക്കാരൻ. അത് ലൂക്കോസ് 18:9 മുതലാണ്. ഈ 2 ഉപമകളുടെയും അവസാനം ചേർത്ത് വായിക്കേണ്ട ഒരു വാക്യം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇതാണ് അവിടെ തന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഉപദേശം. അതാണ് ധാർമ്മികമായ പാഠം, ആത്മീകമായ പാഠം. നോക്കുക, കല്യാണശാലയിൽ ഒരുത്തൻ വരുന്നു, അവിടെ ഇരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ വന്ന് അവനെ ക്ഷണിക്കും വരെ അവൻ എവിടെയെങ്കിലും മാറിയിരുന്നോളൂ, പുറകിൽ തന്നെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനെ വിളിച്ചൊരാളുണ്ട്. ആ വിളിച്ചയാൾ അവനെ മുന്നിൽ കൊണ്ടുവന്നിരുത്തുന്ന ഒരു സമയമുണ്ട്. അപ്പം അവൻ വന്നിരുന്നത്, ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട ആളാണ്, എന്നെ വിളിച്ചതാണ് എന്ന് കരുതി നേരെ സ്റ്റേജിൽ വരികയല്ല. അവൻ വന്ന് ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുകയാണ്, ഏറ്റവും പുറകിലിരിക്കുക. അവൻ അവിടെ ഇരുന്നപ്പോൾ അവൻ അവിടെ ഇരിക്കാൻ അർഹനല്ല, അവൻ അവിടെ അല്ല ഇരിക്കേണ്ടതെന്നുള്ള ബോധ്യം വിളിച്ച ആൾക്കുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് മുഖ്യ ആസനത്തിൽ ഇരുത്തുക. അപ്പോൾ തന്നെ സ്വയം, ഞാനൊരു സാധാരണ മനുഷ്യൻ, ഇവിടെ ഇരുന്നാൽ മതി എന്ന് സ്വയം ഇരിക്കുന്ന മനുഷ്യനെ, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനെ ദൈവം മുന്നോട്ട് കൊണ്ടുവരിക. ഇനി ചുങ്കക്കാരനും പരീശനും തമ്മിലുള്ള ആ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കൽ ഉപമ വളരെ കർത്താവ് എല്ലാ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് പറയാം. എന്താണ്? പരീശൻ അങ്ങ് പ്രാർത്ഥിക്കുക, ഉറക്കെ ചുങ്കക്കാർ വളരെ മാറി എന്ന് പ്രാർത്ഥിക്കുക. അവന് വരാനുള്ള ധൈര്യമൊന്നുമില്ല, അവൻ്റെ പാപബോധമുള്ള മനുഷ്യനാണ്. മറ്റവനെ സ്വയം നീതീകരിച്ച് പറയും, ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കുന്നവനാണ്, ഞാൻ പതാരം കൊടുക്കുന്നയാളാണ്, എല്ലാം ചെയ്യുന്നയാളാണ്. സഭയുടെ കാര്യങ്ങളെല്ലാം ചെയ്യും, പള്ളിയുടെ കാര്യം എല്ലാം ചെയ്യും, സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യവും മുടക്കും. ഇവനെപ്പോലെ അല്ലെന്ന് ആ പദം കൂടെ ചേർത്ത് പറഞ്ഞു. ഞാൻ സാധാരണ ഒരു പാപിയെപ്പോലല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ പോലുമല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് പറയാം, ഇവനെപ്പോലെ അല്ലല്ലോ കർത്താവ്. സ്വയം നീതീകരിക്കുന്ന മനുഷ്യൻ. ഈ സ്വയം നീതീകരിക്കാത്ത മനുഷ്യൻ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സ്വയം നീതീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ബോധ്യത ഉണ്ടാകണം, ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്ന ബോധ്യത ഉണ്ടാകണം. സ്വയം നീതീകരിക്കാനാണ് മനുഷ്യനെല്ലാം ഇഷ്ടപ്പെടുന്നത്. ഞാനാണ് ശരി എന്ന് സമർത്ഥിക്കാനാണ് മനുഷ്യൻ ജീവിതത്തിൽ എക്കാലം എപ്പോഴും ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ കൂടി അങ്ങനെ ആയിത്തീർന്നാലോ? അപ്പോൾ ഇവൻ സ്വയം പറയുക, ദൈവമേ, നിൻ്റെ അരികിലേക്ക് വരാനോ നിൻ്റെ ആലയത്തിനകത്ത് പ്രവേശിപ്പാനൊന്നും എനിക്ക് യോഗ്യതയില്ല. അവൻ മാറി ഭയപ്പെട്ട് പാപിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നിൽക്കുക. അവൻ സ്വയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പറയാം, ഞാൻ ശരിയായൊരു മനുഷ്യനല്ല, തെറ്റുള്ള മനുഷ്യനാണ്. അവൻ്റെ ആ സമർപ്പണം, അവൻ്റെ താഴ്മ, അവൻ സ്വയം പാപിയാണെന്നുള്ള ബോധ്യത, അവൻ്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെ ഈ ചുങ്കക്കാരൻ്റെ ഉള്ളിൽ ബോധ്യം. അപ്പോൾ അവൻ്റെ പേര് ചുങ്കക്കാരനാണ്, അവൻ്റെ പ്രൊഫഷൻ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത. പരീശൻ പക്ഷേ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ദൈവസന്നിധിയിൽ ഇത് വിഷയമല്ല. സമൂഹത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുഖ്യമായ പദവി വഹിക്കുന്നയാൾ, സഭയുടെ ഏറ്റവും ഉന്നത ശ്രേണിയിലിരിക്കുന്നയാൾ, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യൻ, ഇവരെ തമ്മിൽ കമ്പാറ്റ് ചെയ്തിട്ട് മുകളിലുള്ള ആൾ പറയും, ഞാൻ അവനെപ്പോലെയല്ല, ഞാൻ ഇത്ര ആയതിൻ്റെ പിന്നിൽ ഇന്ന കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുക, ഇവൻ സ്വയം പൊങ്ങിയ, ഇവൻ സ്വയം പുകഴ്ത്തുന്നവനാണ്. അവൻ താഴ്ത്തപ്പെടുന്നൊരു ഘട്ടമുണ്ട്, ഇവൻ ഉയർത്തപ്പെടുന്നൊരു സമയമുണ്ട്.
ഇതൊരു വളരെ ഗഹനമായ ആത്മീക പാഠം നൽകുന്ന ഒരു ഭാഗമാണ്. താഴ്മയുമായി ബന്ധപ്പെട്ടാണ് യേശുക്രിസ്തു ഇത് പഠിപ്പിച്ചത്. ഇനി അതിൻ്റെ അടുത്തൊരു പോയിൻ്റ് കൂടെ ഞാൻ പറയാം. 6ാമത്തെ ഭാഗം കൂടെ പറയാം. ക്ഷമയുമായി ബന്ധപ്പെട്ട യേശു പറഞ്ഞൊരു ഉപമയുണ്ട്. ക്ഷമ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യേശു പറഞ്ഞ ആത്മീക ധാർമ്മിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമയാണ്. അവിടെ ദയ കാണിക്കാത്തൊരു ദാസൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷം 18:21 മുതൽ 35 വരെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ്, പിൽക്കാലത്ത് അപ്പോസ്തലനായി അറിയപ്പെട്ട പത്രോസ് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയാണ്. തൻ്റെ ചോദ്യം ഇതാണ്: എത്ര വട്ടം ക്ഷമിക്കണം? 70 വട്ടം മതിയോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞ ഉപമയാണത്. എന്താണ് ഉപമ? ഒരുത്തൻ കടം മേടിച്ചു, അവൻ യജമാനു മുമ്പിൽ വരുന്നു, രാജാവിന് മുമ്പിൽ വരുന്നു. രാജാവ് ഇവൻ്റെ ദയനീയ സ്ഥിതിയൊക്കെ കണ്ടിട്ട് ഇവൻ്റെ കട ഇളച്ചു കൊടുക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവന് കടംപെട്ട ഒരുത്തനെ കാണുന്നു, അവന് പൈസ കൊടുക്കാനുള്ള ഒരാളെ കാണുന്നു. ഉടനെ അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നു, അവനോട് ബലമായിട്ട് പൈസ തരാൻ പറയുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന ദാസന്മാർ ഈ കാര്യം രാജാവിനെ ധരിപ്പിക്കുന്നു. രാജാവ് അവനെ പിടിച്ച് ശിക്ഷിക്കുക. അപ്പം ഒരുത്തൻ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആഗ്രഹിച്ച് അവൻ കടം കൊടുക്കാനുള്ള അരികിൽ ചെന്ന്, രാജാവിൻ്റെ അരികിൽ ചെന്ന് താണ് കേണപേക്ഷിച്ചപ്പോൾ രാജാവ് അത് അംഗീകരിച്ചു. പക്ഷേ തനിക്ക് കിട്ടിയ ആ ഒരു നന്മയുടെ മറുപടി സ്വജീവിതത്തിൽ പകർത്താൻ കഴിയാതെ അവൻ തരാനുള്ള ചെറിയ നന്മയുടെ പേരിൽ ഉപദ്രവിക്കുന്ന ദുഷ്ടനായ മനുഷ്യനായിട്ട് ഇവൻ മാറുക. അവിടെയാണ് യേശു പറയുന്ന പാഠഭാഗം നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും അവസാനം പറയുക, ആ ഉപമയുടെ അവസാനം പറയുക, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. എത്ര വട്ടം ക്ഷമിച്ചു എന്നുള്ളതല്ല, ഹൃദയം കൊണ്ട് ക്ഷമിക്കുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ എല്ലാ മനുഷ്യർക്കും പറ്റില്ല. മനുഷ്യൻ മറക്കും, പക്ഷെ ക്ഷമിക്കില്ല. മനുഷ്യനെല്ലാം മറക്കും, പക്ഷെ ക്ഷമിക്കില്ല മനുഷ്യൻ. വർഷങ്ങൾ കഴിഞ്ഞാലും മനുഷ്യൻ ഈ ക്ഷമിക്കുന്ന കാര്യം മറക്കാതെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ പക്ഷേ അന്നപ്പോൾ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പിന്നീട് അത് മാറ്റി വെക്കുന്നില്ല. എന്നെങ്കിലും ഒരു തിക്തഫലം ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ, ഒരു മനുഷ്യൽ നിന്നുണ്ടാകും, അതേ വ്യക്തിയിൽ തന്നെ ഉണ്ടായെന്ന് വിചാരിക്കുക. നമ്മളപ്പോൾ പഴയ കാര്യം പറയും, പണ്ട് ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തതാണ്. നമ്മളത് മറന്നില്ലല്ലോ, നമ്മൾ മറക്കാതെ സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ മനുഷ്യൻ ക്ഷമിക്കുന്നുണ്ട്, പക്ഷെ മറക്കുന്നുണ്ട്, പക്ഷേ ചില ഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവിനെ സംബന്ധിച്ച് കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. ഹൃദയം കൊണ്ട് ക്ഷമിക്കുക, പുറത്ത് കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്, അകം കൊണ്ട് ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുമ്പോഴുള്ള ഗുണം നമുക്കൊരു സ്വയ ശുദ്ധീകരണം ഉണ്ടാകും. അപ്പം ഹൃദയം കൊണ്ട് ക്ഷമിക്കണം. എത്ര പ്രാവശ്യം ക്ഷമിച്ചു എന്നുള്ളതല്ല, 1000 വട്ടം ക്ഷമിച്ചു എന്നുള്ളതല്ല, 10,000 പ്രാവശ്യം ക്ഷമിച്ചു എന്നുള്ളതല്ല. എപ്പോൾ ക്ഷമിച്ചാലും ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ കഴിയും. ക്ഷമയുടെ എണ്ണമല്ല അതിൻ്റെ പ്രത്യേകത, അത് ആ ക്ഷമയുടെ ശൈലിയാണ്, അതിൻ്റെ ആഴമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹൃദയം കൊണ്ട് ക്ഷമിക്കുക, അതാണ് ദയ കാണിക്കാത്ത ദാസൻ്റെ ഉപമ എന്ന വിഷയത്തിലൂടെ യേശു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല ശമരിയാക്കാരൻ്റെയും അതുപോലെ താഴ്മ എന്ന വിഷയത്തെക്കുറിച്ചും 3ാമത് ക്ഷമ എന്ന വിഷയത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഈ 3 ഉപമകളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുള്ള ഉപമകളിൽ ആത്മീകമായും ധാർമ്മികമായും പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപമയാണ്. ഇനി അതിൻ്റെ 1, 2, 3 പോയിൻ്റുകൾ കൂടെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ആ വിഷയം സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഇന്ന് പഠിച്ച ഈ പാഠഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറട്ടെ. ഈ ഉപമകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് അത് സ്വജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഇവിടെ പറഞ്ഞ അതേ അർത്ഥങ്ങൾ, സ്വയം താഴ്ത്തുന്നവൻ സ്വയം ഉയർത്തപ്പെടുന്നു, പുറകിൽ നിൽക്കുന്നവൻ പിന്നിലേക്ക് പോയവൻ മുന്നിലേക്ക് ദൈവം അവനെ കൊണ്ടുവരുന്നു, ഹൃദയം കൊണ്ട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായി ക്രിസ്തുവിനൊപ്പം നമുക്ക് തീരാം. അവൻ്റെ ഭാവം നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എല്ലാ ഞങ്ങളുടെ സഹയാത്രികർക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.